ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴയില ഉപയോഗിച്ചിട്ട് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇത്രയും ദിവസം വാഴ വീട്ടിലുണ്ടായിട്ടും ഇതൊന്നും ചെയ്ത് നോക്കിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ടിപ്സുകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളുടെ വാഴയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തെ ബാധിക്കുന്ന BP, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ, ഹൃദ്രോഗം എന്നിവ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വെറുതെ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കില്ല. നല്ല ചൂടുള്ള ഭക്ഷണം വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ച് കുറച്ച് സമയത്തിന് ശേഷം നമ്മളത് കഴിക്കുകയാണെങ്കിൽ വാഴയിലയിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വാഴയില ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ നമ്മളതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും കൂടും. മാത്രമല്ല അതിൻ്റെ ന്യൂട്രിയൻസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തൊട്ടടുത്ത എല്ലാം നമ്മൾ ഇതുപോലെ ഹോട്ട് ബോക്സിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അതിൻ്റെ സ്മെല്ലിന് തന്നെ നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ വാഴയിലുള്ള ഈ ഒരു നാര് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഉണങ്ങിയതായാലും പച്ചയായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. കാണുന്നത് പോലെയല്ല, ഇത് നല്ല സ്ട്രോങ് ആണ്. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നൂല് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ കുറച്ചധികം നാര് തന്നെ ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് വലിച്ചാലൊന്നും പൊട്ടൊന്നുമില്ല. വാഴയില വീട്ടിലുള്ളവർ കണ്ടിരിക്കേണ്ട നല്ലൊരു കിടിലൻ ഒരു വീഡിയോ തന്നെയാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇത് കണ്ടാൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോഴത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു നാരാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്താണെന്ന് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് പൂവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പൂവൊക്കെ കോർത്തിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് നൂലോ സൂചിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഒരു വാഴ ഉണ്ടെങ്കിൽ ഒരു നാരെടുത്ത് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെനിക്ക് നല്ലൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വാഴനാര് ഉപയോഗിച്ചിട്ടാണ് ഞാനൊക്കെ പൂവ് ഇതുപോലെ കോർത്തെടുത്തിരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില നൂല് വെച്ച് നമ്മൾ കോർത്തെടുക്കുന്ന സമയത്ത് ഇത് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ പൂവ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ പൂവൊന്നും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എത്ര പൂവുണ്ടെങ്കിലും നമുക്ക് കോർത്തെടുക്കാം. നൂലോ സൂചിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ആയുർവേദത്തിൽ പണ്ട് കാലം മുതൽ തന്നെ ഉപനാഹം എന്ന ചികിത്സയ്ക്ക് വാഴയില കൊണ്ട് പൊതിഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും നല്ല അത്ഭുത ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ വാഴയില. കടന്നലി എട്ടുകാലിയൊക്കെ കടിച്ചാൽ അതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് നമ്മളുടെ വാഴയില. അതുപോലെ തന്നെ വാഴയിലയിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് മുടി നല്ല കറുപ്പായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാഴനാര് ഉപയോഗിച്ചിട്ടുള്ള നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ റവയൊക്കെ കൊണ്ടുവന്ന് ബാക്കി വരുന്ന സമയത്ത് ഈ പാക്കറ്റ് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൊട്ടി അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വാഴനാര് ഉപയോഗിച്ച് നമ്മൾ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. റബ്ബർ ബാൻഡ് ഒന്നും ഇട്ട് സെക്യൂർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നോൺ സ്റ്റിക്ക് പാനിൻ്റെ കോട്ടിംഗ് പോയാൽ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ്. എന്നാൽ ഈ രീതിയിൽ ഒരു വാഴയിൽ വാട്ടിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഴയില തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ മുറിച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വാഴയില മാസങ്ങളോളം എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് തുടച്ചെടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയാൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടിയതിന് ശേഷം ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വാട്ടുന്നൊന്നുമില്ല. ഫ്രഷ് ആയിട്ടായാലും ഇതുപോലൊരു ന്യൂസ് പേപ്പറിലാണ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളടുത്ത് ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ക്ലിംഗ് റാപ്പിൽ നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ന്യൂസ് പേപ്പറിലാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ചധികം വാഴയില ഉണ്ടെങ്കിൽ
ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൽ വാഴയിൽ വെച്ച് അങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും പറ്റും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ വാഴയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചൂടുള്ള സമയത്ത് നമുക്ക് വിഷറി ഒന്നും ഇല്ലെങ്കിൽ ഒരു വാഴയില കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിഷറി കൊടുക്കുകയാണെങ്കിൽ നല്ല കാറ്റ് കിട്ടും കേട്ടോ. ശരിക്കും നല്ല കാറ്റ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വാഴയുടെ തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊരു ബ്രഷിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ അതിന് സിലിക്കോൺ ബ്രഷിനൊക്കെ പകരമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ച് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചട്ടിയിലുള്ള കറകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ അടിഭാഗം കേടുവരുന്ന സമയത്ത് അതൊന്ന് വെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കറികളിലൊക്കെ ഉപ്പ് കൂടി വരുന്ന സമയത്ത് 2 വാഴക്കീർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കുറയും. അധികം ഉപ്പ് ആയാൽ പറ്റില്ല കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഈ ഇല വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ വാഴയിലെ തണ്ട് ഉപയോഗിച്ച് ചെറിയ കുട്ടികളൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ടോയ് പോലെയാണ് കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. എൻ്റെ മോനിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെ കത്തിയും കത്രികയൊക്കെ മൂർച്ചയില്ലാത്ത സമയത്ത് ഇതുപോലെ കുറച്ച് വാഴയിലെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച കിട്ടും നമ്മുടെ കത്തിക്കും കത്രികയ്ക്കൊക്കെ. മാത്രമല്ല ഇരുമ്പ് കറ ഉണ്ടെങ്കിൽ അതും പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ എണ്ണിക്കാമ്പ് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഇത് കട്ട്ലറ്റ് ആണ്. നമ്മൾ എണ്ണിക്കാമ്പ് വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എണ്ണിക്കാമ്പ് വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എണ്ണിക്കാമ്പ് കഴിക്കാത്ത കുട്ടികളും കൂടെ കഴിച്ചു പോകും. അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എണ്ണിക്കാമ്പ്. എണ്ണിക്കാമ്പ് വെച്ചിട്ടുള്ള പലതരം റെസിപ്പികളും ജ്യൂസും ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആവിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങനെയുള്ള റെസിപ്പികൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വാഴയിൽ വാട്ടിയിട്ട് നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും അടിയിലൊന്നും പിടിക്കാതെ നല്ല ടേസ്റ്റോട് കൂടെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് ഞാൻ ബ്രെഡും പഴമൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒരു തുള്ളി പോലും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ പ്ലേറ്റിലും ഉണ്ടാക്കിയെടുത്തിരുന്നു വാഴയിൽ വെച്ചിട്ട്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മസാല വേറെയും ചോറ് വേറെയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കില്ലേ. അപ്പം അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ ലെയർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാഴയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. മാത്രമല്ല നമുക്ക് ഈ മസാലയിൽ ചോറൊന്നും പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതും ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ വാഴയിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചോറും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയിൽ മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മസാല മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വാഴയിലയിൽ മീനൊക്കെ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് അത് പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടും. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അലുമിനിയം ഫോയിലൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നിങ്ങൾ വാഴയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ അതും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴയില ഇതുപോലെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വാഴയിലയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു പീസ് കൊണ്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം. എന്നൊരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ 2 ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇത് പിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിളില്ല, അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്ലെയർ യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പം നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലും നമുക്ക് ഈർക്കിൾ കുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇതിൽ കഴിക്കാൻ. വെറുതെ ഒരു ഇല ഇട്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കൾ കഴിക്കും കേട്ടോ. ഇലയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ ടോക്സിൻ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതാണ്. കിഡ്നി ബ്ലാഡർ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് വളരെയേറെ സഹായിക്കുന്നു. ശരീരത്തിന് ഉറപ്പ് നൽകുകയും ചെയ്യും. മാത്രമല്ല മുറിവുണങ്ങാനും പുതിയ കോശങ്ങൾ ഉണ്ടാവാനും സഹായിക്കുന്നതാണ്. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്കും വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാഴയില ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫൈനായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് അരിച്ചും കൂടെ എടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജാറ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോഴേ നമുക്കിത് ഫൈനായിട്ട് അരച്ച് കിട്ടുള്ളൂ. ഇതിൽ നിന്നും വാഴയില ജ്യൂസ് കുറച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ വെള്ളമോ ചേർത്ത് നമ്മൾ ചൂടുകുരു അതുപോലെ തന്നെ അലർജി ഉള്ള സ്ഥലങ്ങളിലൊക്കെ തേച്ച് വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിന് വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ഈ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചർമ്മത്തിന് വരുന്ന എല്ലാ പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ചെറിയ വാഴയിലയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളുടെ മുഖത്തൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറിയിട്ട് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ബ്യൂട്ടി ക്രീമിലെ പ്രധാന ഒരു ഘടകമായ അലൻറ്റോയിൻ ഈ വാഴയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ചർമ്മത്തിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഐസ് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഫേസിൽ വെച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു വാഴയില കഷ്ണം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഓയിലാണ് ഞാനിവിടെ തേച്ച് കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർ ഇതുപോലൊരു വാഴയിലയിൽ നന്നായിട്ട് ജിഞ്ചർ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലും വയറിലൊക്കെ കുറേ സമയം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയറൊക്കെ കുറയുന്നതായിട്ട് കാണാം. മാത്രമല്ല പൊള്ളലേറ്റ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ മിക്സി ജാറിലേക്ക് കുറച്ച് പുതിനയും ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വാഴയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തളിരില തോരനൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മിക്സിയിലേക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഹാഫ് ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് തേനോ അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാരയേക്കാൾ നല്ലത് തേനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 വാഴയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കയർ ഉപയോഗിച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാൻ ടൈറ്റായിട്ട് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം റോൾ ചെയ്യാം. പക്ഷേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ വീടിൻ്റെ ഉള്ളടിച്ചു വാരാനും അതുപോലെ തന്നെ മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് കിച്ചൺ ഗ്രില്ലിലുള്ള മാറാലയാണ് തട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള മാറാലയൊക്കെ പോകുന്നതായിട്ട് കാണാം. അത് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഉള്ളടിച്ചു വാരാനും ഇത് നല്ല എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ചൂലൊന്നും വാങ്ങി ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. ഇതുപോലെ പച്ച ഇല ഇല്ലെങ്കിൽ ഉണങ്ങിയ ഇല കൊണ്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ദോശമാവൊക്കെ കുറച്ചധികം അരച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അത് പുളിച്ച് പോവാറുണ്ട്. എന്നാൽ നമ്മൾ ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതുപോലൊരു 2 വാഴക്കീറ് ഇട്ട് കൊടുത്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ പുളിച്ചൊന്നും പോവില്ല കേട്ടോ. കുറച്ചധികം ദിവസം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വാഴയില റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കാം. 2 ആഴ്ചയായാലും ഒരു പുളിപ്പോ ഒന്നും തന്നെ വരില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഈ വാഴയിലയുടെ പൂവ് നമുക്ക് തോരനായിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടും കറി ആയിട്ടും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ തണ്ട് നമുക്ക് തോരൻ വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിൻ്റെ അടിയിലുള്ള കല്ല ഭാഗം മൂത്രക്കല്ലുള്ളവർക്കൊക്കെ തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ വാഴയിലയുടെ ഇലയായാലും പൂവായാലും കായായാലും തണ്ടായാലും വേരായാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പണ്ട് ഫ്രിഡ്ജിലായിരുന്ന സമയത്ത് വാഴയിലയുടെ പോള 2ആയിട്ട് കീറിയതിന് ശേഷം അത് നന്നായിട്ട് രണ്ടും ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം അത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.